ഹലോ എവരി വൺ, ഐ എം ഗൂഗിൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗാരി കാസ്പറോവും ഡീപ് ബ്ലൂ എന്ന ചെസ് കമ്പ്യൂട്ടറും കളിച്ച കുറച്ച് ചെസ് ഗെയിംസ് ആണ് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗെയിംസ് മാത്രമല്ല, അവർ കളിക്കാനുണ്ടായ സാഹചര്യം, കളി കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊരു ആമുഖം എന്നോണം പറയുകയാണെങ്കിൽ, ഈ മാൻ വേഴ്സസ് മെഷീൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സംഭവമാണ് ചെസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിച്ച കാലം തൊട്ട് തന്നെ കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യർ കളിക്കുന്ന പോലെ ചെസ്സ് കളിക്കാൻ പറ്റുമോ, അതിലും നന്നായിട്ട് ചെസ്സ് കളിക്കാൻ പറ്റുമോ, ടോപ്പ് ലെവൽ പ്ലെയേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ 1950-കളിലൊക്കെ തന്നെയും ചെസ്സ് കളിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം വളരെ വീക്കായിരുന്നു, തീരെ സ്ട്രോങ് അല്ലാത്ത സാധാരണ ക്ലബ് ലെവൽ പ്ലെയേഴ്സിന് തന്നെ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെസ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷവും 1960-കളിലൊക്കെ തന്നെയും വീണ്ടും കമ്പ്യൂട്ടേഴ്സൊക്കെ വന്നു. പക്ഷെ പറയത്തക്ക ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ്മെൻ്റ്, ഒരു പുരോഗമനമൊന്നും അതിനുണ്ടായില്ല. 1968 ഡേവിഡ് ലെവി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ മാസ്റ്റർ ഒരു ബെറ്റ് വെച്ചു. പുള്ളി പറഞ്ഞത് ഇതാണ്: അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ചെസ് കമ്പ്യൂട്ടർ ആരെ കൊണ്ടും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നൊരു ബെറ്റ് പുള്ളി വെച്ചു. പുള്ളി അത് 1978, അതായത് 10 വർഷം കഴിഞ്ഞ് ആ ബെറ്റ് ജയിക്കുകയും ചെയ്തു. ആ സമയത്തെ ചെസ് 4.7 എന്നായിരുന്നു തോന്നുന്നു ആ കമ്പ്യൂട്ടറിൻ്റെ പേര്. ആ സമയത്ത് ഏറ്റവും നന്നായിട്ട് ചെസ് കളിക്കുന്ന കമ്പ്യൂട്ടറായിരുന്നു അത്. പുള്ളി അതിനെ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ചു, ആ ബെറ്റ് ജയിക്കുകയും ചെയ്തു. പിന്നീടും ഒരുപാട് കാലം 1989 വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെസ് കമ്പ്യൂട്ടർ ഉണ്ടാവാൻ. ഡീപ് തോട്ട് എന്നായിരുന്നു ആ ചെസ് കമ്പ്യൂട്ടറിൻ്റെ പേര്. ബെന്റ് ലാർസൺ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ ഡീപ് തോട്ട് തോൽപ്പിക്കുകയുണ്ടായി. ബെൻ ലാർസനെ മാത്രമല്ല, നേരത്തെ ബെറ്റ് വെച്ച് ജയിച്ച ഡേവിഡ് ലെവിയെയും ഡീപ് തോട്ട് തോൽപ്പിച്ചു. പക്ഷേ എന്നിട്ട് പോലും ടോപ്പ് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ, അതായത് റാങ്കിങ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ 5-ലൊക്കെ നിൽക്കുന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ഒക്കെ തോൽപ്പിക്കാനായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആ കാലത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് IBM എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ചെസ് കമ്പ്യൂട്ടറിനെ, അല്ലെങ്കിൽ ഒരു ചെസ് എഞ്ചിനെ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ അപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ ചലഞ്ച് ചെയ്യുകയാണ് 6 ഗെയിംസ് ഉള്ള ഒരു മാച്ചിന് 1996 ഫിലാഡൽഫിയയിൽ വെച്ച്. ഇതിനുശേഷം ഒരു റീമാച്ചും ഉണ്ടായി 1997. അതും 6 ഗെയിംസ് ഉള്ള ഒരു മാച്ചായിരുന്നു. അപ്പം മൊത്തം 12 ഗെയിംസാണ് ഡീപ് ബ്ലൂവും ഗാരി കാസ്പറോവും കളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഗെയിംസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗെയിം നമുക്ക് നോക്കാം. ആദ്യത്തെ ഗെയിമിൽ ഡീപ് ബ്ലൂ വൈറ്റ് ആയിരുന്നു, കാസ്പറോവ് ബ്ലാക്ക് ആയിരുന്നു. ഡീപ് ബ്ലൂ E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കാസ്പറോവ് C5 കളിച്ച് സിസിലിയൻ ഡിഫൻസിലേക്ക് കയറുന്നു. ഇതിനുശേഷം C3 ആലപ്പിൻ വേരിയേഷനാണ് സിസിലിയൻ ഡിഫൻസിൻ്റെ. C3 കളിക്കുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് C3 കളിച്ച് D4 ഒരു കൺട്രോൾ ഉണ്ടാക്കിയതിന് ശേഷം D4 കൂടെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുശേഷം ബ്ലാക്ക് D5 കളിക്കുന്നു. ഇവിടെ നമ്മളൊരു എക്സ്ചേഞ്ച് കാണുകയാണ്. ഇങ്ങനെ ക്വീൻ വെച്ച് റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ക്വീൻ വെച്ച് റീക്യാപ്ചർ ചെയ്ത് ക്വീനെ നേരത്തെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നൈറ്റിന് C3ലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആലപ്പിൻ വേരിയേഷൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഇതെന്ന് പറയുന്നത്, നൈറ്റിന് C3ലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ക്വീൻ നേരത്തെ താഴേക്ക് വന്നു കഴിഞ്ഞാലും വിഷയങ്ങളൊന്നുമില്ല. ഇതിനുശേഷം ഡീപ് ബ്ലൂ D4 പുഷ് ചെയ്യാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല മൂവാണ് D4. ഇതിനുശേഷം നൈറ്റ് ടു F6, നൈറ്റ് ടു F3 സാധാരണ ഡെവലപ്പിംഗ് മൂവ്സ് തന്നെയാണ്. ബിഷപ്പ് ടു G4, ബിഷപ്പ് ടു E2. ആ പിൻ ആദ്യമേ അങ്ങ് റിമൂവ് ചെയ്യുന്നു. ബിഷപ്പ് കൊണ്ടുണ്ടായ പിൻ ബിഷപ്പ് ടു E2 കളിച്ച് തന്നെ റിമൂവ് ചെയ്യുകയാണ്. ഇതിനുശേഷം E6 കളിച്ച് ഡാർക്ക് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആക്കുകയാണ്. S3 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ച് H5ലേക്ക് പോകുന്നു, ആ നൈറ്റിൻ്റെ മേലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ. ഇതിനുശേഷം ക്യാസൽ ചെയ്യുന്നു. നൈറ്റ് C6, രണ്ടാമത്തെ നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ് കാസ്പറോവ്. ബിഷപ്പ് ടു E3. ബിഷപ്പ് ടു E3 ആണ് ഇവിടുത്തെ ഏറ്റവും നല്ല മൂവ്. ബിഷപ്പ് ടു D3 കളിച്ച് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ D4 പോണിന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൂടെ കൊടുക്കുകയാണ്. ഇതിനുശേഷം C പോൺ വെച്ച് D4 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഡീപ് ബ്ലൂ തിരിച്ച് തൻ്റെ C പോൺ വെച്ച് തന്നെ ആ പോണിനെ റീക്യാപ്ചർ ചെയ്യുകയാണ്. ഇതിനുശേഷം ബിഷപ്പ് ടു B4 ആണ് കാസ്പറോവ് കളിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബിഷപ്പ് ടു D6 പോലത്തെ ഒരു മൂവ് കളിക്കാനായിട്ട് ഇവിടെ സാധിക്കില്ല, കാരണം ക്വീനിന് അറ്റാക്ക് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും രീതിയിൽ ക്വീനിന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ക്വീനിന് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് ടു D3 കളിച്ചു കഴിഞ്ഞാൽ ക്വീനിന് തിരിച്ച് പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ കളിക്കാവുന്ന 2 മൂവ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബിഷപ്പ് ടു E7 കളിക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് ടു B4 ആയാലും കുഴപ്പമില്ല. ഇതിനുശേഷം A3 ആണ് ഡീപ് ബ്ലൂ കളിക്കുന്നത്. ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ച് A5ലേക്ക് പോകുന്നു. നൈറ്റ് C3, നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. ക്വീനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതിനുശേഷം
ക്വീൻ ടു D6, ക്വീൻ നേരത്തെ തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഷപ്പ് D6 വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. ക്വീൻ തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്വീൻ തിരിച്ച് D6 മാറുകയാണ്. നൈറ്റ് B5 വീണ്ടും ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ തിരിച്ച് E7 പോകുന്നു. ഇതിന് ശേഷം നൈറ്റ് ടു E5. ഇപ്പോൾ ഡീപ് ബ്ലൂവിന് നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല 2 നൈറ്റുകളുണ്ട് സെൻറ്ററിലേക്ക് തന്നെ. ഇതിന് ശേഷം ബിഷപ്പ് E2 വൈറ്റ് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണ്. ക്വീൻ വെച്ച് തിരിച്ച് റീക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ഡീപ് ബ്ലൂ റൂക്ക് A to C1 കളിക്കുന്നു. കാസ്പറോവ് റൂക്ക് A to C8 കളിക്കുന്നു. ഇവിടെ ഉണ്ടാവാവുന്ന സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയമാണ്, ഈ നൈറ്റ്സ് രണ്ടും സെൻറ്ററിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഈ E5 നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്ത പ്രഷർ കുറച്ചുകൂടാ എന്നുള്ളത്. പക്ഷേ പോൺ തിരിച്ച് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിന് വളരെ നല്ലൊരു പൊസിഷനായിരിക്കും ഇവിടെ കിട്ടുക. C5 സ്ക്വയറിൽ വളരെ നല്ല പ്രഷറാണ് വരിക റൂക്ക് കൊണ്ടും ബിഷപ്പ് കൊണ്ടും. അതേപോലെ തന്നെ ആ F6 നൈറ്റിനെ പോൺ വെച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്വീനും റൂക്കും ഒരേ ഡയഗണലിൽ ഇരിക്കുന്നതുകൊണ്ട് അതും ബ്ലാക്കിന് പ്രശ്നമാണ്. ഇനി ഇത് തടയാനായിട്ട് നൈറ്റ് ടു D7 കളിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ തന്നെ ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ബിഷപ്പ് വെച്ചും നൈറ്റ് വെച്ചും A7 സ്ക്വയറിലേക്ക് വരും. ഇതിനുശേഷം ബിഷപ്പ് ക്യാപ്ചേഴ്സ് A7 വരും. റൂക്ക് വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം നൈറ്റ് ഉള്ളതുകൊണ്ട് റൂക്ക് നഷ്ടപ്പെടും. ഇതിന് പകരമായിട്ട് ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ B6 പോലത്തെ ഒരു മൂവ് കളിക്കുകയാണെങ്കിൽ തിരിച്ച് റൂക്ക് ടു C7 കളിച്ച് വളരെ നല്ലൊരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് വൈറ്റിന് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് കാസ്പറോവ് ഇവിടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാതെ റൂക്ക് A to C8 എന്ന് പറയുന്ന മൂവ് കളിച്ചത്. ഇതിനുശേഷം ബിഷപ്പ് ടു G5 ഡീപ് ബ്ലൂ കളിക്കുകയാണ്. ഇപ്പം ഡീപ് ബ്ലൂവിന് വളരെ ആക്റ്റീവായിട്ടുള്ള 3 പീസസ് ഉണ്ട്, 2 നൈറ്റും ഒരു ബിഷപ്പും. ഇതിനുശേഷം ബിഷപ്പ് ടു B6 ആണ് കാസ്പറോവ് കളിക്കുക, D4 പോണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇതിനുശേഷം ബിഷപ്പ് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ഡീപ് ബ്ലൂവിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് നടത്തി കാസ്പറോവിൻ്റെ പോൺ സ്ട്രക്ചർ കുളവാക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം G ക്യാപ്ചേഴ്സ് F6. ഇപ്പോൾ F5 ഒരു ഡബിൾ ഡ പോൺസ് വന്നിട്ടുണ്ട്. ഇതിന് പകരം ക്വീൻ ക്യാപ്ചേഴ്സ് F6 കളിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്, കാരണം നൈറ്റ് ടു D7 വന്നു കഴിഞ്ഞാൽ ഒരു ഫോർക്കായിരിക്കും ക്വീനെ റൂക്കിനെ. അപ്പോൾ പോൺ വെച്ച് തന്നെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. G ക്യാപ്ചേഴ്സ് F6. ഇതിനുശേഷം നൈറ്റ് ടു C4 കളിച്ച് ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. ഗാരി കാസ്പറോവ് അടുത്ത റൂക്കിനെയും കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു D5 വഴി. ഇതിനുശേഷം നൈറ്റും ബിഷപ്പും കൂടെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ B5 ഡബിൾ ഡ പോൺസ് വന്നു. B5 F5 ഡബിൾ ഡ പോൺസ് ഉണ്ട്. ഇത് ബ്ലാക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇതിനുശേഷം റൂക്ക് F to D1 ഡീപ് ബ്ലൂ കളിക്കുകയാണ്. F5 ബ്ലാക്ക് കളിക്കുകയാണ്. ഗാരി കാസ്പറോവ് F5 കളിച്ച് റൈറ്റ് സൈഡിൽ, ബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു കൗണ്ടർ പ്ലേ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഐഡിയയാണ് കാസ്പറോവ് ഇവിടെ ചെയ്യുന്നത്. ഇതിനുശേഷം ക്വീൻ E3, ക്വീൻ F6, പോൺ ടു D5. ഡീപ് ബ്ലൂവിൻ്റെ പോൺ ടു D5 എന്ന് പറയുന്ന മൂവ് വളരെ സ്ട്രോങ് ആണ്. സെൻറ്ററിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് D പോൺ വെച്ചിട്ട്. അതേപോലെ തന്നെ B5 ഡബിൾ ഡ പോൺസിൽ B6 പോണിനെ ക്വീൻ വെച്ച് അറ്റാക്കും ചെയ്യുന്നുണ്ട്, ആ ഡയഗണൽ ഓപ്പൺ ആയതുകൊണ്ട്. ഇതിനുശേഷം കാസ്പറോവ് റൂക്ക് വെച്ച് ആ ഡി പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണ്. തിരിച്ച് ഡീപ് ബ്ലൂ റൂക്ക് വെച്ച് തന്നെ ക്യാപ്ചർ ചെയ്യുന്നു. പോൺ വെച്ച് കാസ്പറോവ് റീക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം ഡീപ് ബ്ലൂ B3 എന്ന് പറയുന്ന മൂവ് കളിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റാക്കിന് പോകുന്നതിന് മുന്നേ പുള്ളി സ്വന്തം പൊസിഷൻ ആദ്യം സെറ്റാക്കി വീക്ക്നെസ് ഒന്നും ഇല്ലാതാക്കി വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. B3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വീനിൻ്റെ അറ്റാക്കിൽ നിന്ന് B പോൺ രക്ഷപ്പെട്ടു. ഇതിനുശേഷം കിങ് ടു H8, ക്വീൻ ക്യാപ്ചേഴ്സ് B6. നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റാക്ക് ഡീപ് ബ്ലൂ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം റൂക്ക് ടു G8. കിങ് സൈഡ് വഴി എന്തെങ്കിലും ഒരു അറ്റാക്കിന് ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് കാസ്പറോവ് ഇവിടെ നോക്കുന്നത്. ക്വീൻ ടു C5 കളിക്കുന്നു ഡീപ് ബ്ലൂ. ഇതിനുശേഷം കാസ്പറോവ് D4 കളിക്കുകയാണ്. ഇതൊരു മിസ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ, കാരണം നൈറ്റ് ടു D6 എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ് ഇവിടെയുണ്ട്, 2 പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനുശേഷം കാസ്പറോവ് F4 കളിക്കുകയാണ്. അതുകൊണ്ട് നൈറ്റ് ആ B7 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നൈറ്റ് ടു E5, ക്വീൻ ടു D5. ഈ ക്വീൻ ടു D5 എന്ന് പറയുന്ന മൂവ് വളരെ വളരെ സ്ട്രോങ് ആണ്, കാരണം ക്വീൻ ടു D5 വഴി ഈ പോണിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പോൺ മുന്നോട്ട് വരുന്നത് തടയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ലൈൻ ഓഫ് അറ്റാക്ക് വഴി. അതേപോലെ തന്നെ റൂക്കിൻ്റെ ഈ ലൈനും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ റൂക്കിന് 7th റാങ്കിലേക്ക് വന്ന് നന്നായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ റൂക്ക് ലെഫ്റ്റ് ഇവിടെ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ക്വീൻ D5 എന്ന് പറയുന്ന മൂവ് ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ഇതിനുശേഷം കാസ്പറോവ് F3 കളിക്കുകയാണ്.
വേറെ വഴിയൊന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ G3 കളിക്കുന്നു ഡീപ് ബ്ലൂ. ആ പോണിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കംപ്ലീറ്റ്ലി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിനുശേഷം നൈറ്റ് ടു D3, ഇതിനുശേഷം റൂക്ക് ടു C7. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂക്കിനെ 7th റാങ്കിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് അറ്റാക്ക് നടത്താനായിട്ട് ശ്രമിക്കുകയാണ്. കാസ്പറോവ് റൂക്ക് ടു E8 കളിക്കുന്നു. റൂക്ക് വെച്ചും നൈറ്റ് വെച്ചും ലാസ്റ്റ് റാങ്കിലേക്ക് വന്ന് ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് നടത്താനാണ് കാസ്പറോവ് ഇവിടെ ശ്രമിക്കുന്നത്. പക്ഷേ ഡീപ് ബ്ലൂ ഇതിനെല്ലാം പ്രിപ്പയർഡാണ്. പുള്ളി ജസ്റ്റ് നൈറ്റ് D6 കളിക്കുകയാണ്. ഇതിനുശേഷം റൂക്ക് ടു E1 വന്ന് കിങ്ങിനെ ചെക്ക് കൊടുക്കുന്നു. കിങ് S2ലേക്ക് മൂവ് ചെയ്യുന്നു. കാസ്പറോവ് നൈറ്റ് വെച്ച് F2ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ബ്ലാക്കിന് ഇവിടെ തൊട്ടടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആക്കാം, വൈറ്റ് നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ. പക്ഷേ വൈറ്റിന് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ വൈറ്റിന് തന്നെയാണ് ഇവിടെ അഡ്വാൻറ്റേജ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വൈറ്റ് ആദ്യം നൈറ്റ് ക്യാപ്ചേഴ്സ് F7 കളിക്കുന്നു. ഇത് തന്നെയാണ് ഡീപ് ബ്ലൂ കളിച്ചത്. കൃത്യമായിട്ടുള്ള മൂവുകൾ തന്നെയാണ് ഡീപ് ബ്ലൂ കളിച്ചത്. ഡീപ് ബ്ലൂ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെസ് കമ്പ്യൂട്ടർ ആയിരുന്നു. അത്രയും വരെ ഉണ്ടായിരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെസ് കമ്പ്യൂട്ടർ ആയിരുന്നു ഡീപ് ബ്ലൂ. ഇതിനുശേഷം ബ്ലാക്കിന് ഇവിടെ വേണമെങ്കിൽ ഒരു ട്രാപ്പ് കൊടുക്കാമായിരുന്നു. അതായത് ക്വീൻ വെച്ച് ഈ നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ ക്വീൻ കിട്ടുമെന്ന് കരുതി ക്വീനിനെ വൈറ്റിൻ്റെ ക്വീൻ വെച്ചോ റൂക്ക് വെച്ചോ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഉടനെ തന്നെ ചെക്ക്മേറ്റ് ആക്കാനായിട്ട് സാധിക്കും, ബ്ലാക്ക് ജയിക്കും. പക്ഷേ ഇതിനെതിരെയും വൈറ്റിന് ഈ ട്രാപ്പിൽ വീഴാതെ കളിച്ച് പോയി കഴിഞ്ഞാലും നല്ല അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു. ക്വീൻ ടു D8 ചെക്ക് എന്ന് പറയുന്ന മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇതിനുശേഷം കിങ് ഇവിടെ വന്നതിന് ശേഷം ഈ ക്വീനിനെ ക്യാപ്ചർ ചെയ്യാം. അതിനുശേഷം റൂക്ക് ക്യാപ്ചർ ചെയ്തതിന് ശേഷം ക്വീൻ ടു D5 എന്ന് പറയുന്ന മൂവ് കളിച്ച് കിങ്ങിന് ചെക്കും കൊടുക്കാം. അതേപോലെ തന്നെ ഈ പോണിനെ അറ്റാക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാം. ഇതിനുശേഷം ചെക്ക്മേറ്റ് പോസിബിൾ അല്ല നൈറ്റും റൂക്കും വെച്ച്, കാരണം ഈ സ്ക്വയർ ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റിയും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്വീൻ വെച്ച് ഒരു സാക്രിഫൈസ് ചെയ്ത് ഒരു ട്രാപ്പും ഇവിടെ നടക്കില്ലായിരുന്നു. കാരണം ഇപ്പം വീക്കായിട്ടുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ ഇത് കണ്ട ഉടനെ ക്വീനെ ക്യാപ്ചർ ചെയ്യും, അവർ ഉടനെ തന്നെ മെയ്റ്റ് ആയി പോവുകയും ചെയ്യും. പക്ഷേ ഡീപ് ബ്ലൂ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് കാസ്പറോവ് ഈ വഴി പോയില്ല. കാസ്പറോവ് ഇവിടെ കളിച്ചത് കിങ് ടു G7 ആണ്. കിങ് ടു G7 കളിച്ചു. ഇതിനുശേഷം നൈറ്റ് ടു G5 ചെക്ക്, കിങ് ടു H6, ഇതിനുശേഷം റൂക്ക് ക്യാപ്ചേഴ്സ് ഓൺ H7 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ കാസ്പറോവ് റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വൈറ്റിന് തന്നെയാണ് വളരെ വിന്നിങ് ആയിട്ടുള്ള, വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. കാരണം ബ്ലാക്കിന് ഇവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സും ഇല്ല. അതുകൊണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും വൈറ്റ് ഇവിടുന്ന് ജയിക്കുകയുള്ളൂ. നമ്മളിപ്പം ഇപ്പോഴുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഫിഷിലേക്ക് നമ്മൾ ഈ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മെയ്റ്റ് ഇൻ 27 എന്നാണ് സ്റ്റോക്ക് ഫിഷ് പറയുന്നത്. അതായത് 27 സ്റ്റെപ്പിൽ മെയ്റ്റ് ആക്കാൻ സാധിക്കും വൈറ്റിന് എന്നാണ് പറയുന്നത്. അപ്പോൾ കാസ്പറോവ് ഈ പൊസിഷനിൽ റിസൈൻ ചെയ്തു. കാസ്പറോവിനെ ഡീപ് ബ്ലൂ തോൽപ്പിച്ചത് സത്യത്തിൽ ചെസ് ലോകത്തിന് തന്നെ വലിയൊരു ഷോക്കായിരുന്നു. കാരണം നേരത്തെയും പറയാനാണെങ്കിൽ ചെസ് കമ്പ്യൂട്ടേഴ്സ് ടോപ്പ് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴും ബ്ലിറ്റ്സ് അല്ലെങ്കിൽ റാപ്പിഡ് പോലത്തെ കുറച്ചുകൂടെ ടൈം കുറവായിട്ടുള്ള ഫോർമാറ്റ്സിലായിരുന്നു. അവിടെ വരുമ്പോൾ കമ്പ്യൂട്ടറിന് തന്നെയായിരുന്നു അഡ്വാൻറ്റേജ്. കാരണം ടൈം കുറവായ സ്ഥിതിക്ക് കമ്പ്യൂട്ടേഴ്സിന് മനുഷ്യർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും വളരെ ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ കമ്പ്യൂട്ടേഴ്സിനായിരുന്നു അഡ്വാൻറ്റേജ് എങ്കിലും ശരിക്കുള്ള ക്ലാസിക്കൽ ടൈം കൺട്രോൾസിൽ, അതായത് 90 മിനിറ്റൊക്കെ വെച്ച് നമ്മൾ കളിക്കുന്ന ഗെയിംസിൽ ഒരു കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒരു വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നാവാൻ പറ്റും എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചു. ക്ലാസിക്കൽ ടൈം കൺട്രോൾസിൽ ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ചെസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ചെസ് എഞ്ചിൻ ഗാരി കാസ്പറോവിനെ ഒരു ഗെയിമിൽ തോൽപ്പിച്ചു. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ഗെയിമിൻ്റെ ദിവസം വരികയാണ്. എല്ലാവരുടെയും കണ്ണുകൾ കാസ്പറോവിലാണ്. കാരണം അത്രയും നാളും ഒരു ചെസ് കമ്പ്യൂട്ടർ ഒരു വേൾഡ് ചാമ്പ്യനെ ക്ലാസിക്കൽ ടൈം കൺട്രോൾസിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടുകളിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ അത് നടന്നു കഴിഞ്ഞ ഗെയിമിൽ. അപ്പം എല്ലാവരുടെയും കണ്ണുകൾ കാസ്പറോവിലാണ്. കാസ്പറോവിനാണെങ്കിൽ അഭിമാന പ്രശ്നമാണ്, എങ്ങനെ പോയി കഴിഞ്ഞൊരു അടുത്ത കളി ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കാസ്പറോവ് കളിക്കാനായിട്ട് വന്നു. പക്ഷെ പുള്ളി ചുമ്മാ അങ്ങ് കയറി വരികയായിരുന്നില്ല. പുള്ളിക്ക് വ്യക്തമായ ചില പ്ലാനിങ്ങുകളുണ്ടായിരുന്നു കാസ്പറോവിൻ്റെ മനസ്സിൽ. ആൻറ്റി കമ്പ്യൂട്ടർ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല ഗെയിമുകളും കളിക്കാനായിട്ട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് അല്ലേ. ചെസ്സിനുണ്ട്, അതേപോലെ ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചീട്ട് കളിക്കുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ പല ഗെയിമുകളും കളിക്കാനായിട്ട് നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെതിരെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെതിരെ
ഹ്യൂമൻസ് കളിക്കുമ്പോൾ, മനുഷ്യർ കളിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ട്രിക്കുകളാണ് ആൻറ്റി കമ്പ്യൂട്ടർ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചെസ്സിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഡിഫൻസ് ഉണ്ട്. എനിക്കിതിനെപ്പറ്റി കേട്ടുകൾ പോലും ഇല്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തായ ഒരു വുമൻസ് ഗ്രാൻഡ് മാസ്റ്റർ പ്രത്യുഷ ബോധ എന്ന് പറയുന്നൊരു WGM എനിക്ക് ഒരു തവണ പറഞ്ഞു തന്നതാണത്. അന്നേരമാണ് ഞാൻ ഈ ഓപ്പണിങ്ങിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. ഈ ഒരു ഓപ്പണിങ് നമുക്ക് ഓൺലൈൻ ഗെയിമുകളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചില സമയം നമ്മുടെ എതിരാളി എഞ്ചിൻ ഉപയോഗിച്ച് ചീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എഞ്ചിൻ ഉപയോഗിച്ച് അപ്പുറത്തെ ആൾ കളിക്കുമ്പോൾ നമുക്ക് അയാൾക്കെതിരെ കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ അല്ല. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാം ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് അവരുടെ മൂവ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബ്ലിറ്റ്സ് പോലത്തെ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം കൺട്രോളിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഹിപ്പോപ്പൊട്ടാമസ് ഡിഫൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഞ്ചിന് ഒരുപാട് മൂവ്സ് എടുത്തു കഴിഞ്ഞിട്ടേ നമ്മളെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് മൂവ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അപ്പുറത്ത് എഞ്ചിൻ നോക്കി ചെയ്യാനായിട്ട് അപ്പുറത്തെ പ്ലെയറിന് ഒരുപാട് സമയം എടുക്കും. അങ്ങനെ കുറേ കഴിയുമ്പോൾ അവൻ്റെ സമയം അങ്ങ് തീർന്നു പോകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ജയിക്കുകയും ചെയ്യും. ഇനി കുറേ സമയം പോയി കഴിഞ്ഞ് അവൻ തന്നെത്താനെ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഹിപ്പോപ്പൊട്ടാമസ് ഡിഫൻസിൽ നമുക്ക് കൗണ്ടർ അറ്റാക്കിന് ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എതിരാളികൾ ഓൺലൈനായിട്ട് ചെസ്സിൽ എഞ്ചിനൊക്കെ ഉപയോഗിച്ച് ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പണിംഗ് ആണ് ഹിപ്പോപ്പൊട്ടാമസ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതൊരു ആൻറ്റി കമ്പ്യൂട്ടർ ടാക്റ്റിക്കാണ്. അതേപോലെ ഒരുപാട് ആൻറ്റി കമ്പ്യൂട്ടർ ടാക്ടിക്സ് ഉണ്ട് ചെസ്സിനകത്ത് തന്നെ. ഹൊറൈസൺ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ട്. കാസ്പറോവ് ഇവിടെ ലോങ് ടേം പ്ലാനിങ് എന്നൊരു ആൻറ്റി കമ്പ്യൂട്ടർ ടാക്റ്റിക്കാണ് ഉപയോഗിച്ചത്. അതായത് ഈ ചെസ് കമ്പ്യൂട്ടർ മൂവ്സ് മുന്നേക്ക് സെർച്ച് ചെയ്ത് പോകുമ്പോൾ അതൊരു ഓപ്പണിംഗ് ട്രീ എന്ന് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഒരു പടം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ സെർച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ ഈ എഞ്ചിൻ അത് സെർച്ച് ചെയ്ത് പോകുള്ളൂ. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്നൊക്കെ പറയും. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ ലോങ് ടേം പ്ലാനിങ്ങിൻ്റെ മെയിൻ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂവ് കളിക്കുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിന് അത് ഒരുപാട് സെർച്ച് ചെയ്ത് പോവാതെ ആ മൂവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പിടിയിട്ടില്ല. അതിനെയാണ് ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് കാസ്പറോവ് ഈ ഗെയിം കളിച്ചത്. ഈ ഗെയിം വളരെ വലിയ ഗെയിമാണ്. 73 മൂവ് എന്തുകൊണ്ട് നമ്മളെല്ലാ മൂവൊന്നും നോക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നമുക്ക് ചില കീ പൊസിഷൻസ് മാത്രം നോക്കാം. അപ്പോൾ ഇതിൽ നൈറ്റ് F3 വെച്ചിട്ടാണ് കാസ്പറോവ് സ്റ്റാർട്ട് ചെയ്തത്. കാസ്പറോവ് വൈറ്റ് ആണ്, ഡീപ് ബ്ലൂ ആണ് ബ്ലാക്ക്. നൈറ്റ് F3, D5, D4, E6, G3, C5, ബിഷപ്പ് G2, നൈറ്റ് C6, കാസൽസ്, നൈറ്റ് F6. ഇതിനെ റിവേഴ്സ് ഗ്രൂൺഫെൽഡ് എന്നാണ് പറയുക. ഗ്രൂൺഫെൽഡ് ഡിഫൻസ് എന്ന് പറയുന്നത് ബ്ലാക്കിന് കളിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസാണ്. നമ്മൾ D4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് സിമിലറായി വൈറ്റിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഗ്രൂൺഫെൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഓപ്പണിംഗ് ഒക്കെ കളിക്കുമ്പോൾ റിവേഴ്സ് സിസിലിയൻ എന്ന് പറയത്തില്ലേ, അതേപോലെ റിവേഴ്സ് ഗ്രൂൺഫെൽഡ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് പോകുന്നു. C4, D ക്യാപ്ചർ C4, നൈറ്റ് E5, ബിഷപ്പ് D7, നൈറ്റ് A3, C ക്യാപ്ചർ D4, നൈറ്റ് A ക്യാപ്ചർ C4. അങ്ങനെ മുന്നോട്ട് പോയി ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് പീസസ് എല്ലാം രണ്ടു പേർക്കും ഈക്വലൻ്റ് ആണ്. പക്ഷേ വൈറ്റിന്, അതായത് കാസ്പറോവിന് കുറച്ചുകൂടെ നല്ല പീസ് ആക്ടിവിറ്റി ഉണ്ട്. നല്ല ഇനീഷ്യേറ്റീവ് ഉള്ളൊരു പൊസിഷനാണ് കാസ്പറോവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മുന്നോട്ട് പോയി ഈ ഒരു പൊസിഷൻ എത്തിയപ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ഡീപ് ബ്ലൂ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി തന്നെ കാസ്പറോവ് ഇവിടെ ഉപയോഗിച്ചു. ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടത്തി കാസ്പറോവ് ഡീപ് ബ്ലൂവിൻ്റെ പോൺ സ്ട്രക്ചർ മോശമാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡബിൾ പോൺസ് ഉണ്ട് F5. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയി അവസാനം ഒരു എൻ ഗെയിം പൊസിഷൻ എത്തുമ്പോഴത്തേക്കും ഉള്ള സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഏറെക്കുറെ ഒരു എൻ ഗെയിം പൊസിഷനിൽ എത്തിയെന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് കളർ ബിഷപ്പാണ് ഉള്ളത്, അല്ലേ? ഓപ്പോസിറ്റ് കളർ ബിഷപ്പ് എൻ ഗെയിം എന്ന് പറയുന്നത് ഡ്രോ ആണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു സൈഡിന് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ, അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കളർ ബിഷപ്പ് എൻ ഗെയിം എന്ന് പറയുന്നത് അറ്റാക്കിംഗ് സൈഡിന് ഒരുപാട് നല്ലതാണ്. കാരണം നമ്മുടെ അറ്റാക്കിനെതിരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ എതിരാളിയുടെ ബിഷപ്പിന് പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ലൈറ്റ് സ്ക്വയർ ബിഷപ്പാണോ ഉള്ളത്, എതിരാളിക്ക് ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണോ ഉള്ളതെങ്കിൽ നമ്മൾ ലൈറ്റ് സ്ക്വയർ വഴിയാണ് അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എതിരാളിയുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന് അതിനെതിരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റിന് നല്ലൊരു അറ്റാക്കിംഗ് പോസിബിലിറ്റി ഉണ്ട്.
ഓപ്പോസിറ്റ് കളർ ബിഷപ്സുമാണ് എൻ ഗെയിമിലുള്ളത്. കാസ്പറോവ് ബിഷപ്പിനെയും ക്വീനിനെയും ഉപയോഗിച്ച് ഡീപ് ബ്ലൂവിനെ തകർക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ ചെക്കുകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. ഒരുപാട് വെയിറ്റിംഗ് മൂവ്സ് പോലത്തെ സംഭവമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഷപ്പും ക്വീനും കൂടെ ലൈനപ്പ് ചെയ്തിട്ട് ആ F7 പോണിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ പയ്യെ പയ്യെ പോൺസ് ക്യാപ്ചർ ചെയ്തും എക്സ്ചേഞ്ച് ചെയ്തും പീസസ് കുറയ്ക്കാനാണ് കാസ്പറോവ് ഇവിടെ ശ്രമിക്കുന്നത്. ഇങ്ങനെ പയ്യെ പയ്യെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പോൺ എക്സ്ചേഞ്ചും കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ കാസ്പറോവ് F4 കളിച്ചു. ഡീപ് ബ്ലൂ ഓൺ വെച്ച് ആ പോണിനെ ക്യാപ്ചർ ചെയ്തു. തിരിച്ച് കാസ്പറോവ് ഈ പോൺ വെച്ച് ക്യാപ്ചർ ചെയ്തു. വീണ്ടും ഒരു പോണിനെയും കൂടെ കാസ്പറോവ് വളരെ വിദഗ്ധമായി ക്വീനും ബിഷപ്പും ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്തു. ഇനി ഇതിനു ശേഷം ഒരു ക്വീൻ എക്സ്ചേഞ്ചും കൂടെ കാസ്പറോവ് നേടിയെടുത്തു. ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റിന് വളരെയധികം വിന്നിങ് പെർസെൻറ്റേജ് ഉള്ള ഒരു പൊസിഷനാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. എൻ ഗെയിമാണ് 2 പോൺ അധികമുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും വൈറ്റേ ജയിക്കുകയുള്ളൂ. അപ്പോൾ 2 മൂവും കൂടെ കഴിഞ്ഞ് ഈ ഒരു പൊസിഷൻ എത്തിയപ്പോഴത്തേക്കും 73ാമത്തെ മൂവിൽ ഡീപ് ബ്ലൂ റിസൈൻ ചെയ്തു. ഡീപ് ബ്ലൂവിൻ്റെ ടീം, അതായത് ഡീപ് ബ്ലൂ ഓപ്പറേറ്റ് ചെയ്തിരുന്ന IBMലെ ടീം, അവർ റിസൈൻ ചെയ്ത് പരാജയം സമ്മതിച്ചു. അപ്പോൾ ഗാരി കാസ്പറോവിൻ്റെ ലോങ് ടേം പ്ലാനിങ് എന്ന ആൻറ്റി കമ്പ്യൂട്ടർ ടാക്ടിക് ഉപയോഗിച്ച് അദ്ദേഹം വളരെ വിജയകരമായി 2ാമത്തെ ഗെയിം ജയിച്ചു. അങ്ങനെ കാസ്പറോവ് 2ാമത്തെ ഗെയിം വളരെ വിജയകരമായി പൂർത്തിയാക്കി തൻ്റെ അഭിമാനമെല്ലാം തിരിച്ചു പിടിച്ചു. 3ാമത്തെ ഗെയിമിലേക്ക് വന്നപ്പോൾ 3ാമത്തെ ഗെയിം ഒരു ഡ്രോയിലാണ് കലാശിച്ചത്. നമ്മൾ ആദ്യത്തെ ഗെയിമിൽ കണ്ട അതേ ഓപ്പണിംഗ്, സിസിലിയൻ ഡിഫൻസ്, ആലപ്പിൻ വേരിയേഷൻ, ബാർമൻ ഡിഫൻസ് എന്ന് പറയുന്ന അതേ ഓപ്പണിംഗ് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ പോയി 39ാമത്തെ മൂവിൽ, ഈ ഗെയിമിൽ അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. 39ാമത്തെ മൂവിൽ ഇവിടെ 2 കൂട്ടരും ഡ്രോയ്ക്ക് സമ്മതിച്ചു. കളി ഡ്രോ ആയി പിരിയുകയാണ് ചെയ്തത്. 4ാമത്തെ ഗെയിമും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ 3ാമത്തെ 4ാമത്തെ ഗെയിംസ് ഡ്രോയിലാണ് അവസാനിച്ചത്. 5ാമത്തെ കളി എത്തി. 5ാമത്തെ കളി നല്ല രസമാണ്. ഇവിടെ ഡീപ് ബ്ലൂ ആണ് വൈറ്റ്, ഗാരി കാസ്പറോവ് ആണ് ബ്ലാക്ക്. E4, E5, നൈറ്റ് F3, നൈറ്റ് F6, നൈറ്റ് C3, നൈറ്റ് C6, D4. ഇതിനെയാണ് നമ്മൾ 4 നൈറ്റ്സ് സ്കോച്ച് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ആണ് ഈ ഗെയിമിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23ാമത്തെ മൂവ് എത്തിയപ്പോൾ ഈ പൊസിഷനിൽ ഗാരി കാസ്പറോവ് ഡീപ് ബ്ലൂവിൻ്റെ ടീമിനോട് ഒരു ഡ്രോ ഓഫർ ചെയ്തു. ഡ്രോ ആയിട്ട് തീർക്കാമെന്ന് പറഞ്ഞു. ഡീപ് ബ്ലൂക്കാർ സമ്മതിച്ചില്ല. അവസാനം അവർ തോറ്റെന്നുള്ളതാണ് ഇതിനകത്ത് കോമഡി. 47ാമത്തെ മൂവിൽ അവർ റിസൈൻ ചെയ്യുകയായിരുന്നു, 23ാമത്തെ മൂവിൽ ഡ്രോ അനുവദിക്കാതെ. അപ്പോൾ 5ാമത്തെ കളിയും ഗാരി കാസ്പറോവ് ജയിച്ചു. ഇനി 6ാമത്തെ കളി നോക്കാം. ഇനി നമുക്ക് 6ാമത്തെ ഗെയിം എങ്ങനെ പോയി, 6ാമത്തെ ഗെയിമിൽ ആരാണ് ജയിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഗെയിമിൽ കാസ്പറോവ് വൈറ്റ് ആണ്, ഡീപ് ബ്ലൂ ബ്ലാക്ക് ആണ്. കാസ്പറോവ് നൈറ്റ് F3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡീപ് ബ്ലൂ D5 കളിക്കുന്നു. D4, C6, പോൺ ടു C4, E6, നൈറ്റ് B to D2. ഇത് നമ്മൾ അത്ര കണ്ടുവരാറുള്ള ഒരു മൂവല്ല. ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു മൂവാണ്. ഇതും അക്കാലത്ത് ഒരു ആൻറ്റി കമ്പ്യൂട്ടർ ടാക്ടിക് ആയിട്ട് കണക്കാക്കിയിരുന്നു. അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്സ് ഓപ്പണിങ്ങിൽ കളിച്ച് കമ്പ്യൂട്ടറിനെ ആദ്യമേ കുഴപ്പിക്കുക എന്നുള്ളത്. ഇത് പണ്ട് നടക്കുകയുള്ളായിരുന്നു. ഇപ്പോഴുള്ള മോഡേൺ സ്റ്റോക്ക് ഫിഷ് പോലത്തെ എൻജിൻസിനെതിരെ ഒന്നും ഈ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ കാസ്പറോവ് നൈറ്റ് B to D2 കളിച്ച് വളരെ പാസീവായിട്ട് കളിച്ച് ഒരുപാട് നേരം ഗെയിം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളൊരു പ്ലാനാണ് പുള്ളിക്ക് ഉള്ളത്. ഇതിന് ശേഷം നൈറ്റ് ടു F6, E3. ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ സെമി സ്ലാബ് എന്ന് പറയുക. സെമി സ്ലാബ് ഡിഫൻസ് ക്വീൻസ് ഗാംബിൻ്റെ ഒരു ട്രാൻസ്പൊസിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫൻസാണ് സെമി സ്ലാബ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം C5, B3, knight to C6, bishop to B2, C captures, E captures, bishop E7, rook to C1, castles, deep blue castle ചെയ്യുന്നു, bishop to D3, bishop to D7, castles. ഇപ്പോൾ രണ്ടുപേരും ക്യാസൽ ചെയ്തിട്ടുണ്ട്. ഇനി ഡീപ് ബ്ലൂ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നൈറ്റ് നല്ലൊരു സ്ക്വയറിലാണ്, ഇപ്പോൾ F6-ലാണുള്ളത്. ഒരുപാട് പൊട്ടൻഷ്യൽ സ്ക്വയർസിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പം നൈറ്റ് ഇരിക്കുന്നത്. അപ്പം നൈറ്റിനെ ആദ്യം H5-ലേക്ക് കൊണ്ടുവന്ന് പിന്നെ F4-ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ, അതായത് D3-ലിരിക്കുന്ന ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡീപ് ബ്ലൂവിൻ്റെ പ്ലാൻ. അപ്പം നൈറ്റ് H5, റൂക്ക് ടു E1 കളിക്കുന്നു. ഇതിനുശേഷം നൈറ്റ് ടു F4, എന്നിട്ട് കാസ്പറോവ് ബിഷപ്പിനെ B1-ലേക്ക് കൊണ്ടുപോവാണ്. B1-ലേക്കോ F1-ലേക്കോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, പക്ഷേ B1 തന്നെയാണ് നല്ലത്.
എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഈ ഒരു ലോങ് ഡയഗണലിലെ കൺട്രോൾ ഇപ്പോൾ കാസ്പറോവിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ബിഷപ്പ് ടു B1 കളിച്ചത്. ഇതിന് ശേഷം ബിഷപ്പ് ടു D6 G3 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ഡീപ് ബ്ലൂ നൈറ്റിനെ തിരിച്ച് G6 കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ശരിക്കും നൈറ്റിനെ S3 കൊണ്ടുവന്ന് കിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു മൂവ് എന്നാണ് ഇപ്പോഴത്തെ എൻജിൻസ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻജിൻസ് പറയുന്നത് നൈറ്റ് ടു S3 ആയിരുന്നു കുറച്ചുകൂടെ നല്ലൊരു മൂവ് എന്നാണ്. ഇതിന് ശേഷം നൈറ്റ് ടു G6 ആണ് ഡീപ് ബ്ലൂ കളിക്കുന്നത്. നൈറ്റ് ടു E5. ഈ ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസ്പറോവിൻ്റെ പീസസ് എല്ലാം നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത്. നൈറ്റ് D2 ഇരിക്കുന്നുണ്ടെങ്കിലും അത് സെൻറ്ററിനെ നന്നായിട്ട് റീഇൻഫോഴ്സ് ചെയ്ത് നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുക. പീസസ് എല്ലാം അത്യാവശ്യം നല്ല സ്ക്വയേഴ്സിലാണ് ഇരിക്കുക. ഇതായിരുന്നു കാസ്പറോവിൻ്റെ ഒരു പ്ലാനും. പീസസിനെ എല്ലാം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക, ഒരു കോംപ്ലക്സ് പൊസിഷനിലേക്ക് ഡീപ് ബ്ലൂവിനെ അവസാനം കൊണ്ടെത്തിക്കുക, അവസാനം കമ്പ്യൂട്ടർ കിടന്ന് നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു കാസ്പറോവിൻ്റെ പ്ലാൻ. കാസ്പറോവ് ഇതെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, ഒരു മെഷീനെതിരെ എങ്ങനെ കളിക്കാം എന്നുള്ളത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്ന് ഡീപ് ബ്ലൂ റൂക്ക് ടു C8 കളിക്കുന്നു. നൈറ്റ് ക്യാപ്ചേഴ്സ് D7, ക്വീൻ ക്യാപ്ചേഴ്സ് D7. ഒരു നൈറ്റ് ബിഷപ്പ് എക്സ്ചേഞ്ച് ഇവിടെ നടക്കുകയാണ്. നൈറ്റ് F3, ബിഷപ്പ് B4, റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. കാസ്പറോവ് റൂക്കിനെ ലിഫ്റ്റ് ചെയ്യുന്നു. റൂക്ക് ടു E3, റൂക്ക് F to D8, പോൺ ടു H4. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കാസ്പറോവ് കിങ് സൈഡ് വഴി ഒരു അറ്റാക്ക് എങ്ങനെയെല്ലാം നടത്തിയെടുക്കാനായിരിക്കും ശ്രമിക്കുന്നതെന്ന്. പക്ഷേ അല്ല, പുള്ളിയുടെ പ്ലാനൊക്കെ വേറെ ഡിഫറൻ്റ് ആണ്, വേറെ ലെവലാണ്. നൈറ്റ് G to E7, ഡീപ് ബ്ലൂ കളിക്കുന്നു. പോൺ ടു A3, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ച് A5 പോവുകയാണ്. പോൺ ടു B4, ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് C7 പോകുന്നു. പോൺ ടു C5. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാസ്പറോവിന് രണ്ട് വശത്തും, അതായത് കിങ് സൈഡിലും ക്വീൻ സൈഡിലും ഡാർക്ക് സ്ക്വയേഴ്സിൽ നല്ല കൺട്രോളാണ്, നല്ലൊരു സ്പേഷ്യൽ ആക്ടിവിറ്റി കാസ്പറോവിനുണ്ട്. നേരെ മറിച്ച് ഡീപ് ബ്ലൂവിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സ്പേസ് എന്ന് പറയുന്നൊരു സംഭവമേ ഇവിടില്ല. പീസസ് എല്ലാം ഒരുപാട് ക്ലാംഡ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് പീസസ് ഇരിക്കുന്നത്. ഇതായിരുന്നു കാസ്പറോവിൻ്റെ ആദ്യത്തെ പ്ലാനും. ഡീപ് ബ്ലൂവിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു ആളുടെ പ്ലാൻ. അപ്പം ഇവിടെ അത് ഏറെക്കുറെ തന്നെ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് കാസ്പറോവ് ആരാമോൻ. പക്ഷേ ഡീപ് ബ്ലൂ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാനായിട്ട് റെഡിയല്ലായിരുന്നു. ഡീപ് ബ്ലൂ കിങ് സൈഡ് വഴിയുള്ള പ്ലാനുകളായിരുന്നു കൂടുതൽ നോക്കിയിരുന്നത്. കാസ്പറോവ് ഡാർക്ക് സ്ക്വയേഴ്സിൻ്റെ കൺട്രോൾ എടുത്തുകൊണ്ട് ഡീപ് ബ്ലൂ പോൺസ് വെച്ച് ലൈറ്റ് സ്ക്വയേഴ്സിൻ്റെ കൺട്രോൾ എടുക്കാമെന്ന് തീരുമാനിച്ചു. റൂക്ക് E8, ക്വീൻ D3, G6, റൂക്ക് E2, നൈറ്റ് F5, ബിഷപ്പ് C3, H5. ഇപ്പോൾ കിങ് സൈഡ് വഴി ഉള്ള അറ്റാക്കുകളെ തടയുക എന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ ഡീപ് ബ്ലൂ നോക്കുന്നത്. പോൺ ടു B5, നൈറ്റ് C7, ബിഷപ്പ് D2, കിങ് G7, A4, റൂക്ക് ടു A8. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡീപ് ബ്ലൂവിന് കിങ് സൈഡ് വഴി അത്യാവശ്യം നല്ല ലൈറ്റ് സ്ക്വയർ കൺട്രോൾ ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ കാസ്പറോവ് പറഞ്ഞു, നീ കിങ് സൈഡ് വഴി കളിച്ചോ, ഞാൻ ക്വീൻ സൈഡ് വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്വീൻ സൈഡിലുള്ള പോൺസ് വഴി ഒരു ആക്രമണം തന്നെ കാസ്പറോവ് നടത്തുകയാണ്. A5, A6, B6, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ച് B8 പോകുന്നു. ബിഷപ്പ് C2, നൈറ്റ് C6, ബിഷപ്പ് A4. നൈറ്റിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വീൻ പുറകിലുള്ളതുകൊണ്ട്. റൂക്ക് E7, ബിഷപ്പ് C3, നൈറ്റ് E5. ക്വീൻസിനെ ഒന്ന് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കുറച്ചുകൂടെ ഗെയിം സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡീപ് ബ്ലൂ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഡീപ് ബ്ലൂവിൻ്റെ പൊസിഷൻ ഇപ്പോൾ തന്നെ വളരെ മോശമാണ്. അപ്പോൾ ക്വീൻസിനെ റിമൂവ് ചെയ്ത് ഗെയിം സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആളുടെ പ്ലാൻ. അപ്പോൾ കാസ്പറോവ് ഇതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ആ നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യുകയാണ് കാസ്പറോവ് ചെയ്തത്. ഇതിന് ശേഷം ക്വീൻ വന്ന് ബിഷപ്പിനെ എടുത്തു. നൈറ്റ് D4, നൈറ്റ് ക്യാപ്ചേഴ്സ് D4, ക്വീൻ ക്യാപ്ചേഴ്സ് D4. ഇതിനുശേഷം ക്വീൻ D7, ബിഷപ്പ് D2. എന്നിട്ട് കാസ്പറോവ് ഇവിടെ ഉള്ള C പോൺ വെച്ചിട്ട് ഒരു ഐഡിയ നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. C പോണിനെ സാക്രിഫൈസ് ചെയ്തിട്ട് ക്വീനിനെ C5 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവരിക. അതാണ് കാസ്പറോവിൻ്റെ പ്ലാൻ. ഇപ്പോൾ C6 പോൺ ക്യാപ്ചർ ചെയ്യുന്നു. ആ പോണിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്തു. തിരിച്ച് ക്വീനിനെ C5 കൊണ്ടുവന്നു. ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ബ്ലാക്കിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഒരുപാട് പീസസ് ഉണ്ട് ബ്ലാക്കിന്, പക്ഷേ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഡീപ് ബ്ലൂവിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്ലാംഡായി ക്രിപ്പിൾഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. 2 മൂവുകൾക്ക് ശേഷം ഈ ഒരു പൊസിഷനിലെത്തിയപ്പോൾ ഡീപ് ബ്ലൂ റിസൈൻ ചെയ്തു. അങ്ങനെ 1996 ആദ്യത്തെ മാച്ച്, 6 ഗെയിമിൻ്റെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത്
ഗാരി കാസ്പറോവ് ജയിക്കുകയാണ് 4-2 എന്നുള്ള സ്കോറിന്. പക്ഷേ ഡീപ് ബ്ലൂ ടീം ഇത് കഴിഞ്ഞ് വെറുതെ ഇരുന്നില്ല. അവർ ഒരു വർഷം കൊണ്ട് അവരുടെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് 1997 മെയ്യിൽ ഗാരി കാസ്പറോവിനെ അവർ ഒന്നും കൂടെ വെല്ലുവിളിക്കുകയാണ് ഒരു മാച്ചിന്. നേരത്തെ പോലെ തന്നെ 6 ഗെയിംസ് ഉള്ള ഒരു മാച്ചിന്. ഇത്തവണ ന്യൂയോർക്ക് സിറ്റിയിലാണ് മാച്ച് നടക്കുന്നത്. അപ്പം നമുക്ക് ആ മാച്ച്, അതായത് ഈ റീമാച്ച് എങ്ങനെ പോയി എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗെയിം കണ്ടു നോക്കാം. ആദ്യത്തെ ഗെയിമിലെ കാസ്പറോവ് വൈറ്റ് ആണ്, ഡീപ് ബ്ലൂ ബ്ലാക്ക് ആണ്. നമുക്ക് കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാം. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് F3, D5, G3, ബിഷപ്പ് G4, B3, നൈറ്റ് D7, ബിഷപ്പ് B2, E6, ബിഷപ്പ് ടു G2, നൈറ്റ് G2, F6. ഇവിടെ കാസ്പറോവ് കിങ്സ് ഇന്ത്യൻ അറ്റാക്കിൻ്റെ ഡബിൾ ഫിയാൻഗറ്റോ സ്ട്രക്ചറാണ് കളിക്കുന്നത്. 2 ബിഷപ്പിനെയും B2ലേക്കും G2ലേക്കും, അതായത് സെക്കൻഡ് റാങ്കിലേക്ക് ഡെവലപ്പ് ചെയ്ത് 2 സൈഡിലേക്ക് ഒരു ഫിയാൻഗറ്റോ സ്ട്രക്ചർ കൊണ്ടുവരുന്നു. ഇത് വളരെ പാസീവ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാസ്പറോവ് ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ഡീപ് ബ്ലൂവിൻ്റെ ടീം ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ, അതായത് ഈ ലോങ് ടേം പ്ലാനിങ്ങിനെ എതിർക്കാനായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ 9ാമത്തെ മൂവ് എത്തി നിൽക്കുകയാണ്. ബിഷപ്പ് ടു H5 ബ്ലാക്ക് കളിച്ചിരിക്കുന്നു. ഇതിനുശേഷം പോൺ ടു E3 ആണ് വൈറ്റ് കളിക്കുന്നത്. H6, ക്വീൻ ടു E1. ഈ ക്വീൻ ടു E1 കളിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആദ്യം ആ നൈറ്റിൻ്റെ പിന്നായിട്ട് വെച്ചിരിക്കുകയാണല്ലോ, ബിഷപ്പും നൈറ്റും ക്വീനും ഒരേ ലൈനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പിൻ ആദ്യമേ അങ്ങ് റിമൂവ് ചെയ്യുകയാണ് വൈറ്റ് ചെയ്യുന്നത്, ക്വീൻ ടു E1. ഇതിനുശേഷം നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവന്ന് 3 പോൺസും പുഷ് ചെയ്ത്, അതായത് EFG എന്ന പോൺസും പുഷ് ചെയ്യുക. അതേപോലെ തന്നെ ബിഷപ്പിൻ്റെ ഡയഗണൽ, ലൈറ്റ് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ വൈറ്റിനുള്ളത്. ക്വീൻ ടു F5 ഡീപ് ബ്ലൂ കളിക്കുന്നു. A3, ബിഷപ്പ് C7 ലൈനപ്പ് ചെയ്യാണ് പീസസിനെ. നൈറ്റ് H4. നൈറ്റ് H4 എന്ന് പറയുന്നത് കാസ്പറോവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇവിടെ കാസ്പറോവ് ഉദ്ദേശിക്കുന്നത് അടുത്ത മൂവിൽ G4 പുഷ് ചെയ്ത് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്ത് ബിഷപ്പിനെ തിരിച്ച് G6ലേക്ക് കൊണ്ടുവരിക. G6ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ ബിഷപ്പിനെ നൈറ്റിനെയും കൂടെ എക്സ്ചേഞ്ച് ചെയ്യുക. ബ്ലാക്കിൻ്റെ കിങ് സൈഡിലെ പോൺ സ്ട്രക്ചർ കുറച്ചുകൂടെ വീക്ക് ആക്കുക. ഇതാണ് കാസ്പറോവിൻ്റെ പ്ലാൻ. പക്ഷേ ഡീപ് ബ്ലൂ ഇത് അനുവദിക്കുന്നില്ല. ഡീപ് ബ്ലൂ നേരെ G5 കളിക്കുകയാണ്. അപ്പോൾ നൈറ്റ് തിരിച്ച് F3ലേക്ക് വരുന്നു. E5, E4, റൂക്ക് F2, E8, നൈറ്റ് H2, ക്വീൻ B6, ക്വീൻ C1, A5, റൂക്ക് E1, ബിഷപ്പ് D6, നൈറ്റ് D2, F1. ഇപ്പോൾ ഇവിടെ നൈറ്റിനെ E3 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് F5 എന്ന് പറയുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്ക്വയർ കൺട്രോൾ ചെയ്യാനാണ് വൈറ്റ് ഇവിടെ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ E3 സ്ക്വയറിലേക്ക് 3 പീസസിൻ്റെ കൺട്രോളും ഉണ്ട്. ഇപ്പോൾ E3 സ്ക്വയർ ഇപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ്ലി വൈറ്റിൻ്റെ കൺട്രോളിൽ നിൽക്കുകയാണ്. ഇതിനുശേഷം ഒരു പോൺ എക്സ്ചേഞ്ച് നടക്കുകയാണ്. D ക്യാപ്ചർ C4, D ക്യാപ്ചർ C4, ബിഷപ്പ് ടു C5, നൈറ്റ് ടു E3. നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് F5 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യാനാണ് കാസ്പറോവ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡീപ് ബ്ലൂവിന് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ ബിഷപ്പിനെ നൈറ്റിനെയും കൂടെ എക്സ്ചേഞ്ച് നടത്തണോ, അപ്പോൾ ആ F5 സ്ക്വയറിൻ്റെ മേലെയുള്ള പ്രഷർ കുറയും, അതോ വേറെ ഏതെങ്കിലും മൂവ് കളിക്കണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബിഷപ്പ് പെയറിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡീപ് ബ്ലൂ രണ്ടാമത് പറഞ്ഞ വഴിയാണ് എടുക്കുന്നത്. റൂക്ക് A to D8 കളിക്കുന്നു ബിഷപ്പ് പെയറിനെ പ്രിസർവ് ചെയ്യാനായിട്ട്. നൈറ്റ് ടു H1. ആ നൈറ്റിന്, അതായത് E3ലിരിക്കുന്ന നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് കാസ്പറോവ് ഇവിടെ. ഇതിനുശേഷം ഡീപ് ബ്ലൂ G4 കളിക്കുകയാണ്. ഇത് സത്യത്തിലൊരു മോശം മൂവായിരുന്നു. ബിഷപ്പിനെ G6ലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു മൂവ്. ഇതിനുശേഷം ഒരു എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നു. നൈറ്റ് G4 പോയിന്റിനെ തിരിച്ച് ക്യാപ്ചർ ചെയ്യുകയാണ്. ഇതിനുശേഷം F3 കളിച്ച നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു നൈറ്റ് എക്സ്ചേഞ്ചും കൂടെ നടക്കുന്നു. നൈറ്റ് വീണ്ടും, അതായത് ആ F1ലിരിക്കുന്ന നൈറ്റ് തിരിച്ച് E3ലേക്ക് വന്ന് വീണ്ടും ആ F4 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ H6 പോണിൽ ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് പോൺ വീക്ക്നെസ്സും വന്നിട്ടുണ്ട്. ആ പോണിന് വേറെ ഡിഫൻഡേഴ്സായിട്ട് പറയത്തക്കതായിട്ട് ആരുമില്ല. ഇതിനുശേഷം ബിഷപ്പ് ടു E7, കിങ് ടു H1. അതായത് ആ നൈറ്റിനെ പിന്നിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ടാണ് കിങ് ടു H1 കളിക്കുന്നത്. ഇതിനുശേഷം ബിഷപ്പ് ടു G5, വീണ്ടും ആ നൈറ്റിനെ പിൻ ചെയ്യുകയാണ്, പുറകിൽ ക്വീൻ ഉള്ളതുകൊണ്ട്. റൂക്ക് ടു E2 കളിക്കുന്നു. A4, B4. ഇവിടെ ക്വീൻ സൈഡ് വഴിയുള്ള അറ്റാക്ക് എല്ലാം തടഞ്ഞിരിക്കുകയാണ് കാസ്പറോവ്. ഇതുപോലത്തെ ഒരു പോൺ സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ കൂടെ. F5 കളിക്കുകയാണ് ഡീപ് ബ്ലൂ. ഇതും ഒരു മോശം മൂവായിരുന്നു ശരിക്കും.
നൈറ്റ് ടു F8 കളിക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു മൂവ്. ആ നൈറ്റിനെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് F8ൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ആക്റ്റീവ് സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് തന്നെ ചെയ്യാമായിരുന്നു. അതിനുശേഷം ക്യാപ്ചേഴ്സ് F5, E4, F4 കളിക്കുന്നു. വീണ്ടും ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ഇവിടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണ്. റൂക്കിൻ്റെ നേരെ ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് അറ്റാക്ക് ഉണ്ടായിരുന്നു. വേറെ ഡിഫൻഡേഴ്സ് ഒന്നും റൂക്കിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാസ്പറോവ് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് നടത്തിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനുശേഷം ആ ബിഷപ്പിനെ പോൺ വെച്ച് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു റൂക്ക് നഷ്ടപ്പെട്ടു, ഒരു ബിഷപ്പിനെ കിട്ടി. ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാസ്പറോവിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡാർക്ക് സ്ക്വയർ ബിഷപ്പും അതിൻ്റെ കൂടെ ആ ക്വീനും കൂടെ ഉള്ളതുകൊണ്ട് കിങ്ങിനെ അറ്റാക്ക് ചെയ്യാം. കിങ്ങിന് വേറെ ലൈൻ ഓഫ് ഡിഫൻഡേഴ്സ് ഒന്നും ആരുമായിട്ടില്ല. അപ്പോൾ ഇതാണ് കാസ്പറോവിൻ്റെ ഒരു അറ്റാക്ക് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരു റൂക്കിനെ ബലി കൊടുക്കുകയാണ് ചെയ്തത്. തിരിച്ചൊരു ബിഷപ്പിനെ എടുത്തു. ഇതാണ് എക്സ്ചേഞ്ച് സാക്രിഫൈസ്. അപ്പോൾ ഇതിനുശേഷം നൈറ്റ് ടു E5 വരികയാണ്. പോൺ ടു G6. കണക്റ്റഡ് പാസ്ഡ് ബോൺസ് ആണ് ഇപ്പം F5ലും G5ലും ഉള്ളത്. വളരെ പവർഫുള്ളാണ്. ഇവയെ തടയാന്ന് പറയുന്നത് ഏറെക്കുറെ സാധിക്കാത്ത, നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനുശേഷം ബിഷപ്പ് ടു F3 വരുന്നു. ബിഷപ്പ് ടു C3, ക്വീൻ ടു B5. ഡീപ് ബ്ലൂ അവസാനത്തെ 18ാമത്തെ അടവെന്നൊക്കെ പറയാവുന്ന രീതിക്ക് ഒരു അറ്റാക്ക് പ്ലാൻ നടത്തുകയാണ്. ക്വീനിനെ സെക്കൻഡ് റാങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ കാസ്പറോവ് ഇത് നേരത്തെ വിചാരിച്ചിരുന്നു. കാസ്പറോവ് ക്വീൻ ടു F1 കളിക്കുകയാണ്. ആ ക്വീനിനെ തടയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, വൈറ്റിന് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ബ്ലാക്കിൻ്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് വെച്ച് തന്നെ പിന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വീനിനെ തടയാനായിട്ട് ക്വീൻ ടു F1 അല്ലെങ്കിൽ ക്വീൻ ടു E1 എന്ന് പറയുന്നൊരു മൂവ് മാത്രമേ കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ക്വീൻ E2ലേക്ക് വരുന്നത് തടയാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് നടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ രീതിക്ക് ഒരു നല്ലൊരു ലൈൻ ഓഫ് അറ്റാക്ക് ക്വീനും ബിഷപ്പും വഴി ഉണ്ടെങ്കിൽ പോലും കാസ്പറോവ് ഇവിടെ ക്വീനിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. കാരണം എക്സ്ചേഞ്ച് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ആ ക്വീൻ സെക്കൻഡ് റാങ്കിലേക്ക് വന്ന് ഭയങ്കര പ്രശ്നമാകും. അപ്പം അത് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുകയാണ്. എങ്കിൽ പോലും കുഴപ്പമില്ല, രണ്ട് കണക്റ്റഡ് പാസ്ഡ് ബോൺസ് കിങ്ങിൻ്റെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി അത്യാവശ്യത്തിനുള്ള പീസസ് എല്ലാം ഉണ്ട്. നല്ലൊരു അറ്റാക്ക് തന്നെ പുറപ്പെടുവിക്കാവുന്നതാണ്. കുഴപ്പങ്ങളൊന്നുമില്ല വൈറ്റിന്. ഇതിനുശേഷം H5 വരുന്നു. കിങ് ടു G1, കിങ് ടു F8. ഇതുപോലത്തെ കുറച്ച് മൂവിന് ശേഷം ഇവിടെ വീണ്ടും കുറച്ച് എക്സ്ചേഞ്ചുകൾ നടക്കുകയാണ്. ഇവിടെ റൂക്കും നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. G4ലേക്ക് ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഇനി കാര്യമായിട്ട് ബ്ലാക്കിനൊന്നും ചെയ്യാനായിട്ടില്ല. ഇവിടെ വൈറ്റ് തന്നെ എങ്ങനെ പോയാലും ജയിക്കുള്ളൂ. രണ്ട് പാസ്ഡ് ബോൺസ് ഉണ്ട്, വളരെ പവർഫുള്ളാണ്. അതിന് റൂക്കിൻ്റെ സപ്പോർട്ടും ഉണ്ട്. 2-3 മൂവിന് ശേഷം ഈ ഒരു പൊസിഷനിൽ, അതായത് രണ്ട് പാസ്ഡ് ബോൺസും പ്രൊമോട്ട് ചെയ്യുന്നതിന് തൊട്ടടുത്ത് വരെ ഇരിക്കുന്ന പൊസിഷനിൽ ഡീപ് ബ്ലൂവിൻ്റെ ടീം റിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ 1997 ആദ്യത്തെ ഗെയിം കാസ്പറോവ് ജയിച്ചു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗെയിം എങ്ങനെ പോയി നോക്കാം. രണ്ടാമത്തെ ഗെയിം റോയൽ ഓപ്പസ് ക്ലോസ്ഡ് ആണ് വരിക. ഡീപ് ബ്ലൂ ആണ് വൈറ്റ് കളിച്ചത്, കാസ്പറോവ് ആണ് ബ്ലാക്ക്. A6, ബിഷപ്പ് A4, നൈറ്റ് F6, കാസിൽ, ബിഷപ്പ് E7. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള മൂവ്സാണ്. ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും വൈറ്റ് S3 കളിക്കുന്നു. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മൂവാണ്. ഇതിനുശേഷം നമ്മൾ സാധാരണ കാണുന്ന മൂവ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നൈറ്റ് A5, ഇതിനെ നമ്മൾ ചിഗുറൻ വേരിയേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ നൈറ്റ് B8, ഇതിനെ നമ്മൾ ബ്രയർ വേരിയേഷൻ എന്ന് പറയും. റോയൽ ഓപ്പസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പം അതൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഈ എല്ലാ വേരിയേഷനും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കാസ്പറോവ് കളിക്കുന്നത് H6 എന്ന് പറയുന്ന മൂവാണ്. ഇതിനെയാണ് നമ്മൾ റോയൽ ഓപ്പസ് ക്ലോസ്ഡിൻ്റെ സ്മിസ്ലോ വേരിയേഷൻ എന്ന് പറയുന്നത്. കാസ്പറോവ് അധികം നമ്മൾ കണ്ടുവരാത്ത ഒരു അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു മൂവ് കളിച്ച് ഡീപ് ബ്ലൂവിനെ അതിൻ്റെ ഓപ്പണിംഗ് പ്രിപ്പറേഷനിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു ഐഡിയ ആയിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചത്. ഇതിനുശേഷം D4, റൂക്ക് ടു E8, നൈറ്റ് B ടു D2. ഈ നൈറ്റിനെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് വൈറ്റ് ഇവിടെ ശ്രമിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്കും അത് തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാം. സാധാരണ റോയൽ ഓപ്പസ് ക്ലോസ്ഡിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് രണ്ട് നൈറ്റിനെയും കൂടെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, രണ്ട് സൈഡും. അപ്പം ബിഷപ്പ് F8, നൈറ്റ് F1, ബിഷപ്പ് D7, നൈറ്റ് G3, നൈറ്റ് A5, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് തിരിച്ച് C2ലേക്ക് പോകുന്നു. ആ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം C3 എന്ന് പറയുന്ന പോൺ പുഷ് കളിക്കുന്നത് തന്നെ, ബിഷപ്പിന് രക്ഷപ്പെടാനായിട്ടൊരു സ്ക്വയർ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുശേഷം തിരിച്ച് ആ നൈറ്റ് റീറൗട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ രണ്ട് നൈറ്റും കിങ് സൈഡിലേക്ക് വരുന്നു. ഇതിനുശേഷം വൈറ്റ് ക്വീൻ ടു D2 കളിക്കുന്നു.
ഇതിനുശേഷം നൈറ്റ് H7 A4 കളിക്കുകയാണ് വൈറ്റ് ഡി ബ്ലൂ. ഇതിനുശേഷം നൈറ്റ് H4 ഇവിടെ ഒരു നൈറ്റ് എക്സ്ചേഞ്ച് നടത്തിയെടുക്കുകയാണ്. അപ്പോൾ ക്വീൻ കിങ് സൈഡിലേക്ക് വന്ന സ്ഥിതിക്ക് ഡി ബ്ലൂ ക്വീൻ സൈഡ് വഴി ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീൻ ടു E2. അപ്പോൾ അത് മനസ്സിലാക്കിയ കാസ്പറോവ് നേരെ തിരിച്ചു പോകുന്നു ക്വീനുമായിട്ട്, ക്വീൻ സൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഇതിനുശേഷം B4. ഇപ്പോൾ ഡി ബ്ലൂവിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോൺ സ്ട്രക്ചറാണ് കയ്യിലുള്ളത്. മാത്രമല്ല ഡി ബ്ലൂവിന് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള പീസസും ഉണ്ട് ക്വീൻ സൈഡിൽ. ഇതിനുശേഷം ക്വീൻ ടു C7 കാസ്പറോവ് കളിക്കുകയാണ്. റൂക്ക് E to C1. കൂടുതൽ ആക്റ്റീവ് പീസസിനെ ക്വീൻ സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ഡി ബ്ലൂ ചെയ്യുന്നത്. C4. ഇവിടെ C4 ആണ് കാസ്പറോവ് കളിക്കുന്നത്. C4 കളിക്കുന്നത് കൊണ്ട് ഈ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആകും. പക്ഷേ C4 ഇപ്പോൾ ഇവിടെ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് തന്നെ ഇവിടുന്ന് C4 കളിക്കുന്നതായിരിക്കും. അങ്ങനെ C4 കളിച്ചു കഴിഞ്ഞാൽ ക്വീൻ സൈഡിലെ ആ പോൺ സ്ട്രക്ചർ എല്ലാം കുറച്ച് എക്സ്ചേഞ്ചുകൾ നടന്നതിന് ശേഷം നല്ലപോലെ ഓപ്പൺ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആക്റ്റീവ് പീസസ് വൈറ്റിനുള്ളതുകൊണ്ട് വൈറ്റിന് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ തടയുക എന്നുള്ള സ്ഥിതിക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ആകാതെ കുറച്ച് ഓപ്പൺ ആകുന്നത് തടയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ C4 കളിച്ച് വൈറ്റിൻ്റെ C4 എന്ന് പറയുന്ന മൂവിനെ തടഞ്ഞ് ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഓപ്പൺ ആക്കി അങ്ങ് വെക്കാം എന്നുള്ള തീരുമാനത്തിലാണ് കാസ്പറോവ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിനുശേഷം റൂക്ക് ടു A3, റൂക്ക് E to C8, റൂക്ക് A to C1. ക്വീൻ സൈഡിലേക്ക് ആക്റ്റീവായിട്ടുള്ള പീസസിനെ കൊണ്ടുവരികയാണ്. ഇപ്പം റൂക്സ് ഡബിൾ അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിനുശേഷം ക്വീൻ ടു D8 ആണ് കാസ്പറോവ് കളിക്കുന്നത്. F4. ഇവിടെ F4ന് ശേഷം ഒരു പോൺ എക്സ്ചേഞ്ച് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഡി ബ്ലൂവിൻ്റെ ഉദ്ദേശം. അത് അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും. ഇതിനുശേഷം D5 സെൻട്രൽ ഫയലിൽ ഒരു സപ്പോർട്ടഡ് പാസ്ഡ് പോൺ ഡി ബ്ലൂവിന് ലഭിക്കുകയാണ്. ഇപ്പോൾ ഡി ബ്ലൂവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പൊസിഷനാണ്. ഇത് കഴിഞ്ഞ് ക്വീൻ F1, നൈറ്റ് E8, ക്വീൻ F2, നൈറ്റ് D6. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡി ബ്ലൂ ഈ A7 G1 എന്ന് പറയുന്ന ഡയഗണലിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു കൺട്രോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനുശേഷം ബിഷപ്പ് ടു B6 ആണ് ഡി ബ്ലൂ കളിക്കുന്നത്. ക്വീൻ ടു E8, റൂക്ക് A3 ടു A2, ബിഷപ്പ് E7, ബിഷപ്പ് C5. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ലൈൻസ് ആണ് ഡി ബ്ലൂവിനുള്ളത്. ഇവിടെ കാസ്പറോവിന് ഡിഫെൻഡ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഈ ഒരു പൊസിഷൻ എത്തിയപ്പോഴത്തേക്കും കാസ്പറോവ് തീരുമാനിച്ചു ഇനി ഞാൻ എൻ്റെ പീസ് എല്ലാം ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാസ്പറോവിന് മനസ്സിലായി പൊസിഷൻ വളരെ മോശമാണ്, കാര്യമായിട്ട് അറ്റാക്കിങ്ങിനുള്ള ചാൻസസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാ പീസസും ഉപയോഗിച്ച് തൻ്റെ കിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാം എന്ന് കാസ്പറോവ് വിചാരിക്കുകയാണ്. ഇതിനുശേഷം ബിഷപ്പ് ടേക്സ് D6, ബിഷപ്പ് ടേക്സ് D6. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കാസ്പറോവ് ഇനി എല്ലാ പീസസും വെച്ച് കിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്കുമായിരിക്കും ശ്രമിക്കുന്നത് എന്നാണ് സാധാരണ ഒരു മനുഷ്യന് തോന്നുന്നത്. പക്ഷേ കാസ്പറോവ് ഇവിടെ ഒരു ചെറിയൊരു ട്രാപ്പ് സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഡി ബ്ലൂ അതിൽ വീണില്ല എന്നുള്ളത് വേറൊരു കാര്യം. ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ക്യാപ്ചേഴ്സ് D6ന് ശേഷം കാസ്പറോവ് വിചാരിച്ചത് ഡി ബ്ലൂ ക്വീൻ ടു B6 എന്ന് പറയുന്ന മൂവ് കളിക്കും എന്നാണ്. ക്വീൻ ടു B6 കളിക്കുന്നതിന് പിന്നിലെ ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ മെറ്റീരിയൽ അഡ്വാൻറ്റേജ്, അതായത് കുറച്ച് പീസസിനെ കൂടെ ക്യാപ്ചർ ചെയ്യാനുള്ള എല്ലാ ചാൻസും വൈറ്റിനുണ്ട്. ഇപ്പം റൂക്ക് ടു D8 കളിച്ച് ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇപ്പം ബ്ലാക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. റൂക്ക് ടു D8 കളിക്കുന്നു. ഇതിനുശേഷം A പോൺ B പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. തിരിച്ച് റൂക്ക് A to B8 വെച്ചിട്ട് ക്വീനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഡി ബ്ലൂവിന് വൈറ്റ് ക്യൂവിന് ഉപയോഗിച്ച് A6 പോണിനെ ക്യാപ്ചർ ചെയ്യാം. ഇതിനുശേഷം E4 കാസ്പറോവ് കളിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 പോണിനെ വെറുതെ ഡി ബ്ലൂവിനെ കൊടുത്തു കാസ്പറോവ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വീനിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്വീൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ബ്ലോക്ക്ഡ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വീനിന് തിരിച്ച് ഈ ഗെയിമിലേക്ക് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കാസ്പറോവിന് നല്ല കൗണ്ടർ അറ്റാക്കിംഗ് ഐഡിയാസ് ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു ഐഡിയ, ഈ ഒരു പൊസിഷൻ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു കാസ്പറോവ്. ക്വീൻ ടു B6 ഡി ബ്ലൂ കളിക്കുകയാണെങ്കിൽ ക്വീൻ ടു B6 കളിക്കും എന്ന് തന്നെ കാസ്പറോവ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. കാരണം പണ്ടത്തെ കാലത്തെ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോണോ അല്ലെങ്കിൽ 2 പോണോ ഒക്കെ ലീഡ് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ആ വഴി തന്നെ കളിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്ന ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അതായത് മെറ്റീരിയൽ അഡ്വാൻറ്റേജ്, കൂടുതൽ പീസസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, തൻ്റെ കയ്യിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ട് എന്നുള്ള ഐഡിയ വെച്ചായിരുന്നു കളിച്ച് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഡി ബ്ലൂ അതിൽ നിന്നൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു. ഡി ബ്ലൂ ഇതിൽ വീഴാതെ A ക്യാപ്ചേഴ്സ് B5 ആണ് കളിച്ചത്.
അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും കാസ്പ്രോവിന് തോന്നി ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ട് എന്നുള്ളത്. മെഷീൻ തന്നെയല്ല കളിക്കുന്നത്, ഇതിന് പിന്നിൽ IBMകാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടോ എന്ന് വരെ കാസ്പ്രോവിന് തോന്നി. കാസ്പ്രോവ് അത് തുറന്ന് പറയുകയും ചെയ്തു ഒരു പ്രസ് കോൺഫറൻസിൽ. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചായിരുന്നു. പക്ഷേ അവസാനം കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, ഉടനെ ഉണ്ടായില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഡീപ് ബ്ലൂവിൻ്റെ ലോഗ്സ്, അതായത് സിസ്റ്റം ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ബ്ലൂ ആരൊക്കെ ആക്സസ് ചെയ്തു, ഓരോ സമയത്തും അതിൻ്റെ ആക്സസുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ലോഗ് എന്ന് പറയുന്നൊരു ഫയൽ വിശദീകരിക്കുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് IBMൻ്റെ സൈറ്റിൽ ഡീപ് ബ്ലൂവിൻ്റെ ലോഗൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് വേറൊരു കള്ളക്കളി നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. പക്ഷേ കാസ്പ്രോവ് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു മനുഷ്യൻ്റെ കൈയുണ്ട് എന്നുള്ളത്. എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പറയും ഹ്യൂമൻ പ്ലേയേഴ്സ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചീറ്റ് ചെയ്തിരുന്നു എന്ന്. പക്ഷെ പണ്ടത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഹ്യൂമൻ പ്ലേയേഴ്സിനെ ഉപയോഗിച്ച് ചീറ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയെ. അപ്പോൾ A ക്യാപ്ചേഴ്സ് B5 കഴിഞ്ഞിട്ട് കാസ്പ്രോവിനൊരു സംശയം തോന്നി. പക്ഷേ എങ്കിലും പുള്ളി മുന്നോട്ട് കളിച്ചു പോയി. വീണ്ടും A ക്യാപ്ചേഴ്സ് B5 തന്നെ കാസ്പ്രോവ് കളിക്കുന്നു. ബിഷപ്പ് ടു E4, റൂക്ക് ക്യാപ്ചേഴ്സ് A2, ക്വീൻ ക്യാപ്ചേഴ്സ് A2. ഇതിനുശേഷം കാസ്പ്രോവിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കുറച്ച് മൂവ്സും കൂടെ കഴിയുമ്പോഴത്തേക്കും 45ാമത്തെ മൂവിൽ കാസ്പ്രോവ് റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഗെയിമിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിലാണ് കാസ്പ്രോവ് ഡീപ് ബ്ലൂവിൻ്റെ പിന്നിൽ ഏതോ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പോലത്തെ ഒരു എക്സ്പേർട്ട് പ്ലെയറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയരൂപേണ പറഞ്ഞത്. പക്ഷേ അന്നേരം ഡീപ് ബ്ലൂ ടീം, അതായത് IBMലെ ടീം ഇതിനെതിരെ റെസ്പോണ്ട് ഒന്നും ചെയ്തിരുന്നില്ല. അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല ആ സമയത്ത്. വീണ്ടും കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ആ ആരോപണം കുറേ നാളായിട്ട് നിലനിൽക്കുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ഡീപ് ബ്ലൂവിൻ്റെ ലോഗ് ഫയൽസൊക്കെ IBMകാർ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷമാണ് ആ വിവാദം ഇല്ലാതായത്. അപ്പോൾ രണ്ടാമത്തെ ഗെയിമിൽ കാസ്പ്രോവ് തോൽവി സമ്മതിക്കുകയാണ് ഉണ്ടായത്. അടുത്ത 3, 4, 5 ഗെയിമുകൾ ഡ്രോ ആയിരുന്നു. ഇതിനുശേഷം നമുക്ക് 6ാമത്തെ ഗെയിം എങ്ങനെയാണ് പോയത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവസാനത്തെ ഗെയിം നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് 2 പേർക്കും 2.5 പോയിന്റ് വെച്ചിട്ട് ടൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ റിസൾട്ട് എങ്ങനെയാണോ അതായിരിക്കും വിജയിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ കാസ്പ്രോവ് പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു ഗെയിമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഗെയിം എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഡീപ് ബ്ലൂ വൈറ്റ് ആണ്, കാസ്പ്രോവ് ബ്ലാക്ക് ആണ്. ഡീപ് ബ്ലൂ E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. C6 കാരോക്കാൻ ഡിഫൻസ് ആണ് ഗ്യാരി കാസ്പ്രോവ് കളിക്കുന്നത്. പക്ഷെ കാരോക്കാൻ ഡിഫൻസ് അങ്ങനെ കാസ്പ്രോവ് കളിച്ച് നമ്മൾ ഒരിക്കലും കാണാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും നോക്കുകയാണ് എന്താണ് കാസ്പ്രോവിൻ്റെ ഐഡിയ എന്നുള്ളത്. അതിനുശേഷം D4, D5 നോർമൽ മൂവ്സ് തന്നെയാണ്. ഞാൻ കാരോക്കാൻ ഡിഫൻസിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ. ഇതിനുശേഷം നൈറ്റ് C3 ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. ഇതിനുശേഷം നൈറ്റ് D7 ആണ് കാസ്പ്രോവ് കളിക്കുന്നത്. ഇതിനെ നമ്മൾ കാരോക്കാൻ ഡിഫൻസിൻ്റെ കാർപ്പോ വേരിയേഷൻ എന്ന് പറയും. ഇതിനുശേഷം നൈറ്റ് G5 ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൂവ് തന്നെയാണ്. അത് തന്നെയാണ് ഡീപ് ബ്ലൂ ഇവിടെ കളിക്കുന്നത്. ഇതിനുശേഷം നൈറ്റ് G2 F6, ബിഷപ്പ് ടു D3. ഇവിടെ ഒരു ചെറിയ ട്രാപ്പ് ഉണ്ട്. അതായത് H6 എന്ന് പറയുന്ന മൂവ് കളിച്ച് ഈ നൈറ്റിനെ കിങ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് വഴി ഓടിച്ചു വിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിനൊരു ട്രാപ്പ് സെറ്റ് ചെയ്യാം. നൈറ്റ് V6. ഇവിടെ പോൺ വെച്ചാൽ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ ബൂം ബിഷപ്പ് ടു G6 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാനും നൈറ്റ് സെൻറ്ററിൽ കയറി അധികം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും ആദ്യം കാസ്പ്രോവ് E6 എന്ന് പറയുന്ന മൂവ് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ആ ചെക്ക്മേറ്റിൻ്റെ പ്രശ്നം വരില്ല. ഇതിനുശേഷം നൈറ്റ് 1 to F3 ആണ് ഡീപ് ബ്ലൂ കളിക്കുന്നത്. ഇതിനുശേഷം H6 കളിച്ചാൽ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നൈറ്റ് തിരിച്ച് E4ലേക്ക് പോകും എന്നാണ് കാസ്പ്രോവ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നൈറ്റ് ടേക്സ് E6 എന്ന് പറയുന്ന മൂവാണ് ഡീപ് ബ്ലൂ ഇവിടെ കളിച്ചത്. ഇത് തന്നെയാണ് സത്യത്തിൽ ഇവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് മൂവ്. പക്ഷേ പണ്ടത്തെ കാലത്ത് ഒരു പോണിന് പകരമായിട്ട് ഒരു ഫുൾ പീസിനെ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ. കമ്പ്യൂട്ടേഴ്സ് ഒരിക്കലും ഇങ്ങനെ കളിച്ചിരുന്നില്ല. കമ്പ്യൂട്ടർ കൂടുതലും മെറ്റീരിയലിലേക്ക്, അതായത് പീസിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തായിരുന്നു കളിച്ചത് പൊസിഷനേക്കാളും. അപ്പോൾ ഈ ഒരു മൂവ് കണ്ടപ്പോഴത്തേക്കും കാസ്പ്രോവും അതെ എല്ലാവരും അതെ അടപടലം ഞെട്ടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം ക്വീൻ ടു E7 ആണ് കാസ്പ്രോവ് കളിച്ചത്. ഇവിടെ തിരിച്ച് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനുശേഷം ബിഷപ്പ് ടു G6 ചെക്ക് വരും.
അപ്പോൾ കിങ് E7 വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കിങ്ങിൻ്റെ പൊസിഷനും അത്ര നല്ലതല്ല, അതിൻ്റെ കൂടെ തന്നെ ആ ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഒരു കാലത്തും ഡെവലപ്പ് ആവാനും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ആദ്യം കളിക്കുന്നത്, അതായത് കാസ്പറോവ് കളിക്കുന്നത് F takes C6 കളിക്കുന്നതിന് മുമ്പേ തന്നെ ക്വീൻ ടു E7 എന്ന് പറയുന്ന മൂവ് കളിക്കുകയാണ്. അപ്പോൾ ക്വീൻ ടു E7 കളിക്കുന്നതിന് ശേഷം ക്യാൻസൽ ചെയ്യുന്നു വൈറ്റ്. ഇതിന് ശേഷം തിരിച്ച് ആ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഫിഷ് പോലത്തെ മോഡേൺ എൻജിൻസ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫിഷ് പറയുന്നത് ഈ പൊസിഷനാണ് നേരത്തെ പൊസിഷനേക്കാളും മോശം എന്നാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരു ചെക്ക് വന്നാൽ തന്നെ കിങ് D8 പോകും. നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കിങ്ങിൻ്റെ പൊസിഷൻ മോശമാവത്തെയോ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ സ്റ്റോക്ക് ഫിഷ് പറയുന്നത് നേരത്തെ പൊസിഷൻ കളിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അതായിരുന്നു ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലതെന്നാണ്. കാരണം ഈ ഒരു പൊസിഷനിൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നം ബ്ലാക്കിന് വരുന്നില്ലെങ്കിൽ പോലും വൈറ്റിന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസസ് കൂടുതലാണ്, ഒരുപാട് അവസരങ്ങളുണ്ട് വൈറ്റിന് അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ സ്റ്റോക്ക് ഫിഷ് പറയുന്നത് ഈ പൊസിഷനാണ് നേരത്തെ പൊസിഷനേക്കാൾ ബ്ലാക്കിന് വളരെ മോശം എന്നാണ്. അപ്പോൾ നമുക്കിത് മുന്നോട്ട് എങ്ങനെ പോയി നോക്കാം. ഇതിന് ശേഷം ബിഷപ്പ് F4, ഡീപ് ബ്ലൂ കൂടുതൽ പീസസിനെ അറ്റാക്കിംഗ് സ്ക്വയർസിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ ഒരു ഡയഗണൽ ഫുൾ അറ്റാക്ഡ് ആണ്. കിങ്ങിന് ഇനി ഓടിപ്പോകാനായിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിന് ശേഷം B5 കളിക്കുകയാണ് കാസ്പറോവ്. A4 വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് B7 കളിക്കുന്നു. റൂക്ക് ടു E1. ഈ റൂക്ക് ടു E1 എന്ന് പറയുന്ന മൂവ് വളരെ സ്ട്രോങ് ആണ്. കാരണം ഈ ഫയലിലെ കംപ്ലീറ്റ് കൺട്രോൾ കിട്ടുകയാണ്. ആ പോണും ക്വീനും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരു പീസും കൂടെ ആ ഒരു അറ്റാക്കിംഗ് ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ കാര്യം ഏറെക്കുറെ അവിടെ തന്നെ തീരുമാനമാകും. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണുകയും ചെയ്യാം. ഇതിന് ശേഷം നൈറ്റ് ടു D5 കാസ്പറോവ് കളിക്കുന്നു. ബിഷപ്പ് ടു G3. ആ ബിഷപ്പിനെ നൈറ്റിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കിങ് C8, A ക്യാപ്ചേഴ്സ് B5, C ക്യാപ്ചേഴ്സ് B5 ഒരു എക്സ്ചേഞ്ച് ആണ്. അത് കഴിഞ്ഞ് ക്വീൻ D3. ക്വീൻ D3 കളിക്കുന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം കിങ്ങിൻ്റെ ഫയൽ, അതായത് C5 ഇപ്പോൾ വളരെ ഓപ്പൺ ആണ്. അപ്പോൾ കിങ്ങിനെ C5 വഴി അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇതിന് ശേഷം കാസ്പറോവ് കളിക്കുന്ന മൂവ് ബിഷപ്പ് ടു C7 ആണ്. അതായത് ആ C5 പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ. പക്ഷേ ഇത് ശരിക്കും ഒരു വലിയ മിസ്റ്റേക്ക് ആയിപ്പോയി. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ കളിക്കേണ്ട ശരിക്കുള്ള മൂവ് നൈറ്റ് C7 കളിച്ച് ആ ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. കാരണം ഇതിന് ശേഷം ബിഷപ്പ് F5 കളിച്ച് ആ E6 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടുതൽ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ബിഷപ്പ് D5 കളിച്ച് ആ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരം ബിഷപ്പ് C6 കളിച്ച് ആ C5 പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് വഴി ആ D5 സ്ക്വയറിൽ ഇപ്പം നൈറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ E6 പോണിനെ ഒരു തരത്തിലും ബിഷപ്പ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബിഷപ്പ് ടു C6 ആയിരുന്നു ഇവിടെ കാസ്പറോവ് കളിച്ചത്. ഇതിന് ശേഷം ബിഷപ്പ് ടു F5 എന്ന് പറയുന്ന മൂവ് ഡീപ് ബ്ലൂ കളിച്ചപ്പോൾ ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യാല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല കാസ്പറോവിന്. ഇതിന് ശേഷം തൊട്ടടുത്ത മൂവിൽ പോൺ ടു C4 ഡീപ് ബ്ലൂ കളിച്ചപ്പോൾ കാസ്പറോവ് ഇവിടെ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. വെറും 19 മൂവിൽ വേൾഡ് ചാമ്പ്യൻ ഒരു കമ്പ്യൂട്ടറിനെതിരെ റിസൈൻ ചെയ്തു. അങ്ങനെ അത് സംഭവിച്ചു. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് ചെസ് ചാമ്പ്യനെ ഒരു ചെസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ചെസ് എൻജിൻ ക്ലാസിക്കൽ ടൈം കൺട്രോൾസിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ഈ മാച്ച് എവിടെ വെച്ച് തീർന്നിരുന്നെങ്കിലും വിവാദങ്ങൾ അതുകൊണ്ട് തീർന്നിരുന്നില്ല. വിവാദങ്ങൾക്കുണ്ടായ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കാസ്പറോവിൻ്റെ സംശയം തന്നെയായിരുന്നു. അതായത് കളിക്കിടയിൽ ഡീപ് ബ്ലൂ ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ ഉപയോഗിച്ച് ചീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം. കുറേ നാൾ ആ വിവാദം എയറിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് IBM നേരത്തെ പറഞ്ഞ ലോഗ് ഫയൽസ് ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷമാണ് വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഡീപ് ബ്ലൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡീപ് ബ്ലൂ 1997 ഉണ്ടായിരുന്ന ഒരു ചെസ് എഞ്ചിനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2021 ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ ഡീപ് ബ്ലൂവിനേക്കാളൊക്കെ ഒരുപാട് ശക്തിയേറിയ എൻജിൻസ് ഇപ്പോഴുണ്ട്, സ്റ്റോക്ക് ഫിഷൊക്കെ പോലെ. അതിൻ്റെ ശക്തി ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പം ഉള്ള ടോപ്പ് എൻജിൻസും ഇതുവരെ മനുഷ്യർക്ക് കിട്ടിയതിലുള്ള ടോപ്പ് റേറ്റിംഗ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. മാഗ്നസ് കാൾസൺ ആണ് ഏറ്റവും ഹയസ്റ്റ്, അതായത് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ചെസ് റേറ്റിംഗ് കിട്ടിയത്. ശരിക്കും 2889 അതൊരു ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്കാണ് കാൾസന് കിട്ടിയത്. അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് പറയുമ്പോഴത്തേക്കും ആ റേറ്റിംഗ് പറയാറില്ല, 2882 പറയാറ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ ബെസ്റ്റ് എഞ്ചിനായ സ്റ്റോക്ക് ഫിഷ് 14 റേറ്റിംഗ് നോക്കുമ്പോൾ അത് 3736.
കാൾസന്റെ റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ റേറ്റിംഗ് ഉള്ള 100-ൽ പരം ഒഫീഷ്യൽ ചെസ് എഞ്ചിൻസ് ഇന്ന് ലോകത്തുണ്ട്. പണ്ട് ബ്രൂട്ട് ഫോഴ്സ് കമ്പ്യൂട്ടേഷൻ, അതായത് എല്ലാ മൂവുകളും നോക്കി അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് മൂവ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ചെസ് എഞ്ചിനുകളിൽ നിന്ന് ഇന്ന് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് പോലത്തെ വിദ്യകളൊക്കെ ഉപയോഗിച്ച് ചെസ് എഞ്ചിൻസ് ഒരുപാട് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ച് നമ്മുടെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നാളെ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും കാസ്പറോവിൻ്റെ പക്ഷം പിടിച്ചും ഡീപ് ബ്ലൂവിൻ്റെ പക്ഷം പിടിച്ചും സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒന്നാമത് ചെസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ഈ മെഷീൻ ലേണിംഗ് പോലത്തെ വിദ്യകളിൽ, അതായത് ചെസ് എഞ്ചിൻസ് ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എന്നോട് ഞാൻ ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാസ്പറോവിൻ്റെ ഭാഗത്ത് എന്നേ പറയുള്ളൂ. കാരണം ഈ മാച്ച് 100% നീതിപൂർവമായിട്ടാണ് നടന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു കാര്യം എന്ന് പറയുന്നത്, കാസ്പറോവിൻ്റെ 10,000-ൽ കൂടുതൽ ഗെയിമുകൾ ഡീപ് ബ്ലൂ ടീമിന് പഠിക്കാനായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഡീപ് ബ്ലൂവിൻ്റെ ഒരൊറ്റ ഗെയിം പോലും കാസ്പറോവിന് പഠിക്കാനായിട്ട് കിട്ടുമായിരുന്നില്ല. ഇതേ അവസ്ഥയായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം വ്ളാഡിമിർ ക്രാംനിക് ഫ്രിറ്റ്സ് എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് കളിച്ചപ്പോഴുണ്ടായിരുന്നത്. ഫ്രിറ്റ്സിൻ്റെ ഒരു കോപ്പി, അതായത് ഫ്രിറ്റ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോപ്പി ഫ്രിറ്റ്സിൻ്റെ ടീം ക്രാംനിക്കിന് കളിച്ചു നോക്കാനായിട്ട് പഠിക്കാനായിട്ട് കൊടുക്കുകയുണ്ടായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുശേഷം നടന്നിരുന്നു. പക്ഷെ അതൊന്നും ഈ മാച്ചിൽ ഉണ്ടായിരുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, 96-ൽ ഡീപ് ബ്ലൂ തോറ്റപ്പോൾ അവരൊരു റീമാച്ച് വേണമെന്ന് പറഞ്ഞു. 97-ൽ കാസ്പറോവ് സമ്മതിക്കുകയും ചെയ്തു. 97-ൽ കാസ്പറോവ് തോറ്റപ്പോൾ കാസ്പറോവ് പറഞ്ഞു ഒരു റീമാച്ച് വേണമെന്ന്. അത് ഡീപ് ബ്ലൂവിൻ്റെ ടീം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഡീപ് ബ്ലൂ ടീം പറഞ്ഞത് അവർ ഈ ഡീപ് ബ്ലൂ, അതായത് IBMകാർ ഡീപ് ബ്ലൂ ഉണ്ടാക്കിയത് ചെസ് എഞ്ചിൻ്റെ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനുശേഷം ഉണ്ടായത് അവർ ആ ഡീപ് ബ്ലൂ പൂട്ടിക്കെട്ടി അടച്ചു വെക്കുകയായിരുന്നു. 1997-ന് ശേഷം ചെസ് എഞ്ചിൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് ഡീപ് ബ്ലൂവിൻ്റെയോ അല്ലെങ്കിൽ IBMൻ്റെയോ കാര്യപ്പെട്ട ഒരു സംഭാവനകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, IBM എന്ന് പറയുന്ന കമ്പനിയുടെ വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് അവർ ഈ മാച്ച് നടത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം ചെസ് എഞ്ചിൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് അവരുടെ ഭാഗത്തുനിന്ന് കാര്യപ്പെട്ട ഒരു സംഭാവനകളും ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എനിക്ക് കാസ്പറോവിൻ്റെ ഭാഗത്താണ് നിൽക്കാനായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് നിൽക്കാൻ തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒരുപാട് നീണ്ടുപോയി എന്നറിയാം. പക്ഷേ ഇത് 2 ഭാഗമായിട്ടിട്ട് കഴിഞ്ഞാൽ ഫ്ലോ അങ്ങ് പോകും. കാസ്പറോവും ഡീപ് ബ്ലൂവും കൂടെ കളിച്ച ഗെയിംസും അവർ കളിക്കാനുണ്ടായ സാഹചര്യങ്ങളും കഥകളും ഒക്കെ ഒന്ന് പറയുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് 3 മാസത്തിലേറെയായി എന്നെനിക്ക് തോന്നുന്നു. തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത്. എന്നാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.